39 സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നു നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതവണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവീൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവമേ, യേശുവേ, നീ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവിൻ്റെ പക്കലുണ്ട്. അത് കർത്താവിൻ്റെ വചനം മുഖാന്തരം ഞങ്ങൾക്ക് നൽകിത്തരുന്ന ദൈവമാകുന്നു. കർത്താവ് താവിൻ്റെ ആത്മാവിനാൽ കർത്താവ് ഞങ്ങൾക്കത് സാധിപ്പിച്ച് തരും. അങ്ങനെ തരണം. ഇന്ന് കർത്താവെ, ഇത് സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സഭയെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ സത്യ വെളിച്ചത്താൽ ഞങ്ങൾ പ്രകാശിക്കപ്പെടണം. എല്ലാ ഇരുട്ടും നീങ്ങി മാറട്ടെ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഭയെ കർത്താവ് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി തിരുനാമത്തിന് മുഖത്തിനെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനഃ മുഖത്തോട് പോരാകട്ടെ. അനുഗ്രഹിക്കണമേ കർത്താവെ. ഒരിക്കൽ കൂടി താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്കിരിക്കാം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, ഇല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലക്, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും, വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെയോർത്തും, ഉപകാരത്തെയോർത്തും, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. യേശുവേ, നാഥ, കാത്തോളണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം നമ്മൾ ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ആവശ്യമാണ് നമ്മൾ
നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ നാമത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഒന്നാമത്തെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ ദൈവം അവരുടെ ഹൃദയങ്ങളെ കർത്താവുമായി ചേർത്ത് ഒരുമിപ്പിച്ചതിന് ശേഷം ഹൃദയത്തിൽ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് ആയി കർത്താവിലേക്ക് മുട്ടുകളെ മടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ദൈവഹിതമല്ലാത്ത ചിന്തകൾ, വിചാരങ്ങൾ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ ലോകത്തിൽ ഇറങ്ങി ജീവിച്ചിരുന്നവരാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം മുഴുവനും ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകം കുറേ അർത്ഥത്തിൽ ഹൃദയത്തിലുണ്ട്. പല ചിന്തകളും ഉണ്ടാകത്തക്കവണ്ണമുള്ള വിഷയങ്ങൾ ഉണ്ട്. ആത്മീയ ജീവിതങ്ങളിൽ പോലും അങ്ങനെയുണ്ട്. കാരണം ഞാൻ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഓരോരുത്തരുമായിട്ടുള്ള ബന്ധങ്ങൾ, എന്നെ സ്വാധീനിച്ചിട്ടുള്ള ലോകത്തിൻ്റെ ഇടപാടുകൾ, ഇതൊക്കെയും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് നിശ്ചയമായിട്ട് മനസ്സിലാകും. എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഇന്ന് ഈ ആരാധിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഇല്ലാത്തവരുണ്ടാവില്ല. എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും കർത്താവിൽ ഏറ്റുപറഞ്ഞാൽ ദൈവം അത് പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞ് നമ്മെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ മനസ്സാക്ഷിയെ ശക്തീകരിക്കും. അതിനാണ് കർത്താവിൻ്റെ രക്തം ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇന്ന് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. കാരണം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവ മുൻപാകെ നമ്മൾ അനവധി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഒരു ദിവസം നമ്മൾ ഈ ശരീരം വിട്ട് പുറത്തേക്ക് പോകും. ശരീരം വിട്ട് പോകുമ്പോൾ നമ്മൾ മൃഗങ്ങളെ പോലെയല്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നമുക്ക് ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊരു ജീവിതമാണ്. ആ ആത്മാവ് കൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് 1-2 ദിവസത്തേക്കുള്ളതല്ല, നിത്യതയിൽ എന്നേക്കുമുള്ള ഒരു ജീവിതമാണ്. ആ ആത്മാവിന് ഉള്ള കഴിവുകൾ, അന്ന് ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം ജീവിക്കാനുള്ള കഴിവുകൾ ഇപ്പോഴേ പ്രാപിച്ചെടുക്കാനുള്ള ഒന്നാണ് ഈ ക്രിസ്തീയ ജീവിതം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധന എന്ന് പറയുന്നത്. കാരണം ആരാധനയിൽ കൂടിയാണ് ഈ ആത്മീയ മണ്ഡലങ്ങളിൽ ഈ ആത്മാവ് സംസാരിപ്പാനുള്ള കഴിവ് നേടിയെടുക്കുന്നത്. ആരാധനയിൽ കൂടിയാണ്. ശരീരം പുറത്തേക്ക് കഴിഞ്ഞാൽ മിണ്ടാൻ സാധിക്കാത്ത നിലയിൽ ആയി പോകുന്ന ആത്മാക്കളുണ്ട്. അത് പാപികളുടെ ആത്മാവാണ്. എന്നാൽ ആരാധനയിൽ കൂടി ദൈവഭക്തന്മാർ പ്രതീക്ഷയോടുകൂടി കടന്നു വരികയാണ്. ഇന്ന് ഹാബേലിനെ പോലെ കർത്താവെ, എൻ്റെ ആരാധനയിൽ കർത്താവ് പ്രസാദിക്കണം. ആരാധനയിൽ മാത്രം പ്രസാദിച്ചാൽ പോരാ, എന്നിലും പ്രസാദിക്കണം. അതാണ് നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആരാധനയായിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരാധനയിൽ ദൈവം പ്രസാദിക്കുമ്പോൾ ബുദ്ധിയിൽ ദൈവം പ്രസാദിക്കുന്നു, ആ ബുദ്ധിയുടെ ഉടമസ്ഥരിലും ദൈവം പ്രസാദിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നടക്കണം. ഈ 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ദൈവം പ്രസാദിച്ചു. ദൈവം സാക്ഷ്യം കൽപ്പിക്കും. സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നീതിമാനാണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സാക്ഷ്യം ഇതാണ്: ഇവൻ നീതിമാനാണ്. ഹാബേൽ നീതിമാനാണ്. കാരണം ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതിൻ്റെ കാരണം ഹാബേലിൻ്റെ യാഗത്തിൽ ബുദ്ധി ഉണ്ടായിരുന്നു. എന്താണ് ആ ബുദ്ധി? ആ ബുദ്ധി എവിടെയിരുന്നു? ഹാബേലിൻ്റെ ഹൃദയത്തിലിരുന്നു. എന്താണ് ആ ബുദ്ധി? ആ ബുദ്ധി എന്ന് പറയുന്നത്, അതായത് എൻ്റെ അപ്പൻ, അതായത് ആദം ഇതുപോലെ ആയിരുന്നില്ല. എന്നെ പോലെ ഇങ്ങനെ മരണത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവനായിരുന്നില്ല. മരണം ഞങ്ങളെ തൊടുമായിരുന്നില്ല. മനുഷ്യവംശത്തെ ദ്രവത്വം ബാധിക്കുമായിരുന്നില്ല. അങ്ങനെ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ഈ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച സൃഷ്ടി മുഴുവനും അപ്പൻ്റെ കാൽക്കീഴായിരുന്നു. അത് എനിക്കും കിട്ടുമായിരുന്നു, മനുഷ്യവംശത്തിന് മുഴുവൻ കിട്ടുമായിരുന്നു. എന്നാൽ അപ്പൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും വന്ന വീഴ്ച നിമിത്തം ഇന്ന് ഇങ്ങനെയായിപ്പോയി. ആ പ്രതാപം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇനിയും ആ പ്രതാപം കിട്ടുന്നത് കർത്താവ് തന്നെ ഒരു പ്രവൃത്തി ചെയ്യും.
കാലാവസാനത്തിങ്കൽ. അതായത് ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ലോകത്തിലേക്ക് വരും. അവൻ താൻ ചെയ്യാത്ത തെറ്റിന് പരിഹാരയാഗം നടത്തി അവൻ്റെ രക്തത്താൽ ഞങ്ങൾ ഈ വന്നിരിക്കുന്ന വീഴ്ചകളെല്ലാം പരിഹരിച്ച് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രതാപം മടക്കി കിട്ടും. ഈ ഒരു ഈ ഒരു ഹൃദയാവസ്ഥയാണ് അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. അത് മുഖാന്തരം അവൻ യാഗം കഴിച്ചപ്പോൾ അത് ആ ബുദ്ധി ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവൻ യാഗം കഴിച്ചപ്പോൾ ഒരു ആടിനെ, ജീവനുള്ള രക്തച്ചൊരിച്ചിൽ, ആ നിഷ്കളങ്കമായിട്ടുള്ള ആ മൃഗം യാഗമായി തീർന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ കർത്താവും എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വിശ്വസിച്ചപ്പോൾ ഈ കാര്യങ്ങളിൽ ദൈവം പ്രസാദിച്ചു. യാഗത്തിൽ പ്രസാദിച്ചു, അതിൻ്റെ ബുദ്ധിയിൽ പ്രസാദിച്ചു, അവനിലും ഹാബേലിലും ദൈവം പ്രസാദിച്ചു. പ്രസാദിച്ച സമയം മുതൽ അവൻ്റെ പ്രാണൻ ആത്മീയ മണ്ഡലങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ ഒരു കാര്യം നമുക്ക് അറിയാം. അതായത് ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ മനുഷ്യനെ സദാസമയം രാവും പകലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപവാദം പറയുന്നു, വാദം പറയുന്നു. അപവാദം മാത്രമല്ല, വാദവും പറയുന്നുണ്ട്. യോബിനെ കുറിച്ച് പറഞ്ഞത് അപവാദമാണ്, യോശുവയെ കുറിച്ച് പറഞ്ഞത് വാദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോബിനെ കുറിച്ച് പറഞ്ഞത് അവൻ ദൈവഭക്തനായിരിക്കുന്നത്, അവൻ നേരുള്ളവനായിരിക്കുന്നത്, നിഷ്കളങ്കനായിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നീ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുക. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, പ്രതാപമുണ്ട്. അങ്ങനെ ആ സമ്പന്നതയിൽ ജീവിച്ചിരിക്കുന്നവൻ പിന്നെ നിഷ്കളങ്കനായാൽ എന്താ? സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു കാര്യം ചെയ്യും, നീ ആ സമ്പത്തൊക്കെ ഒന്ന് എടുത്തുകളാ, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്, അപ്പോഴറിയാം ഇവൻ ആരാന്ന്. കർത്താവ് സമ്മതിക്കേണ്ടി വന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, വെറുതെ നീ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പൊ ദൈവത്തിന് സമ്മതിക്കേണ്ടി വന്നു. ദൈവത്തിന് മനസ്സിലായിട്ടല്ല, ദൈവത്തിന് അറിയാം യോബ് ആരാണ്. പക്ഷെ സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇതിങ്ങനെ 24 മണിക്കൂറും, അതായത് രാവും പകലും ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കുകയല്ലേ. യോബിന് ഇപ്പൊ കഴിഞ്ഞ ദിവസവും കിട്ടി ഒരു നന്മ. അവൻ്റെ ആടുമാടുകൾ പെരുകിയിരിക്കുന്നു, അവന് മക്കൾ പെരുകിയിരിക്കുന്നു, അവനാണെങ്കിൽ ഭയങ്കര ജ്ഞാനമുണ്ട്, എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാള് എങ്ങനെയാ ഭക്തനാകാതിരിക്കുന്നത്? ഇതിങ്ങനെ 24 മണിക്കൂറും രാവും പകലും ഈ ശബ്ദം വെച്ചുകൊണ്ടിരിക്കുക. ഈ ശബ്ദം ഒന്ന് നിർത്തണം. ദൈവം നീതിമാനാണ്. ഇങ്ങനെ രാവും പകലും ഇയ്യോബിനെ കുറ്റം പറയുന്ന ഈ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമല്ല. ഇതൊന്ന് നിർത്തണം. നിർത്തുവാൻ വേണ്ടിയിട്ട് കർത്താവിന് സാക്ഷ്യം പറയുകയാണ്. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ സാത്താൻ ചെന്നപ്പോൾ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാണ്. നീ എൻ്റെ ദാസനായ യോബിന്മേൽ ദൃഷ്ടി വെച്ചോ? നീ നോക്ക്, അവനെ പോലെ ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ തുടങ്ങി, രാവും പകലും കുറ്റം ചുമത്തുന്നതാണ്. അപ്പോൾ തുടങ്ങി. എന്താണ്? വെറുതെയാണോ യോബ് ഭക്തനായിരിക്കുന്നത്? അവനുള്ളതിനൊക്കെ നീ വേര് കെട്ടിയിരിക്കുകയല്ലേ, പിന്നെങ്കിലും അവൻ ഭക്തനാകാതിരിക്കുന്നേ? അവിടെ വചനം പറയുന്നത്, നീ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. കാരണം മനസ്സുണ്ടായിട്ടല്ല. അതാണ് വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുന്നത്. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യത്വമാരെ ഒക്കെയും ദുഃഖിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ദുഃഖിക്കുന്നതോ മരിക്കുന്നതോ കഷ്ടപ്പെടുന്നതോ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് അത് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ വരുവാണ്, അവൻ സമ്മതിക്കേണ്ടി വരുവാണ്. പല പല സാഹചര്യങ്ങളിൽ, പല പല അവസരങ്ങളിൽ അത് സമ്മതിക്കേണ്ടി വരുവാണ്. അല്ലാതെ ശരിയാവില്ല എന്നുള്ള നിലയാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ശരി, നീ ഒരു കാര്യം ചെയ്യും, അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, നീ ശോധന ചെയ്തു. അവിടെ നിന്ന് പരീക്ഷ അങ്ങ് ആരംഭിക്കാം. അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. അവന് ഇനി എന്താ ഉള്ളേ? 10 മക്കളും മരിച്ചു, അവനുടെ സമ്പത്ത് മുഴുവൻ പോയി. ഇനി അവൻ്റെ ശരീരം മാത്രമുണ്ട്. അതാണെങ്കിൽ രോഗം പിടിച്ച് ഏറ്റവും അതിദാരുണമായിട്ട് അവൻ നിലവിളിക്കുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യും? പക്ഷേ ഇത് വിട്ടുപോയില്ല, ഭക്തി വിട്ടുപോയില്ല. അത് ദൈവം പറഞ്ഞ് ശരിയായിരുന്നു.
ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, അത് അവൻ ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറഞ്ഞത് അപവാദമായിരുന്നു. അപവാദമായിരുന്നു. അവസാനം വരെയും ഇയ്യോബ് സംസാരിച്ചു. എന്നാൽ അടുത്ത ഭാഗം നോക്കാം. എന്താണ്? യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതൻ വസ്ത്രം മുഷിഞ്ഞവനായിട്ട് ദൈവത്തിന് മുമ്പാകെ ദൂതന്റെ മുമ്പാകെ നിൽക്കുക. അവന്റെ വസ്ത്രം മുഷിഞ്ഞതിന്റെ കാരണം അതിൽ തെറ്റുണ്ടായിരുന്നു, കുറ്റമുണ്ടായിരുന്നു, അകൃത്യമുണ്ടായിരുന്നു. അപ്പോൾ സാത്താൻ നിന്ന് വാദിക്കുക. ഇങ്ങനെ നിന്ന് വാദിക്കുമ്പോൾ പറയുന്നത് എന്താ? ഇവന്റെ ഇതിൽ അകൃത്യമുണ്ട്. പുരോഹിതനായിട്ട് നിന്നിട്ട് ഇവന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയാവോ? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ദൈവം നോക്കിയപ്പോ ശരിയാ, അവൻ പറഞ്ഞത് അപവാദമല്ല, വാദം തന്നെയാണ്. ദൈവം നീതിമാനാണ്. പക്ഷെ ദൈവം അവിടെ ഒരു ക്ലോസ് പറഞ്ഞു, സാത്താനെ നീ വിട്ടുപോകും. അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലേ. സാഹചര്യമാണ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. യഥാർത്ഥത്തിൽ അന്തർഭാഗം ഹൃദയത്തെ അറിയുന്ന ദൈവം നോക്കുമ്പോൾ അത് അവൻ കുറ്റമറ്റവനാണ്. അങ്ങനെ അവൻ്റെ അകൃത്യങ്ങളെ മായ്ച്ച് അവനെ രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നത് വാദമുണ്ട്, അപവാദമുണ്ട്. ഇതിങ്ങനെ രാത്രിയും പകലും മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരെയും കുറിച്ചും. ഈ ഭൂമിയിൽ നിന്ന് 1000 കോടി മനുഷ്യരുണ്ട്. ഈ 1000 കോടി മനുഷ്യരിൽ രക്ഷിക്കപ്പെട്ടവർ ഒരു തുച്ഛമായ സംഖ്യ മാത്രം. കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടത് തുച്ഛമായ ഒരു സംഖ്യ മാത്രം. അല്ലാത്തവരൊക്കെയും ജാതികളാണ്. ഈ ജാതികളെ സംബന്ധിച്ച് അവന് പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ കസ്റ്റഡിയിലാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് അവനും കൊണ്ടുപോകാം. പക്ഷേ ബാക്കി ഒരു ശേഷിപ്പുണ്ട്, ഒരു ചെറിയ അംശം. ഈ ശേഷിപ്പിനെ സംബന്ധിച്ചാണ് രാവും പകലും അവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവൻ്റെ അവകാശമാണെന്നുള്ളത്. കാരണം ഇവരൊന്നും ഈ എല്ലാം കണക്കാ. അവൻ പറയുന്നതിന്റെ സാരം ഇതാണ്, എല്ലാം കണക്കാ. കാരണം എന്നറിയോ, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് പുറത്ത് പറഞ്ഞില്ല, വാഗൊണ്ട് പറഞ്ഞില്ല. അത് ആരും കേട്ടുമില്ല, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചുമില്ല. പക്ഷെ ഹൃദയത്തിൽ ഞാനത് ആ വാക്ക് പറഞ്ഞപ്പോ, ഹൃദയം കൊണ്ട് പറഞ്ഞപ്പോഴേ തന്നെ കർത്താവ് വെട്ടി. കർത്താവ് എന്നെ ആ തേജസ് കളഞ്ഞു, അവനെ ശിക്ഷാവിധിക്ക് ഏൽപ്പിച്ചു. എന്നാൽ ഇവിടെ നോക്കണം, ദൈവം സൃഷ്ടിച്ച തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ ഹവ്വ പോകുന്നുണ്ടോ? എന്തിനാ പോകുന്നുണ്ട്? തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാകും എന്നുള്ള വചനപ്രകാരം അവൾ പോവുകയാണ്. അപ്പൊ അവൾ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? സാത്താൻ ഹൃദയത്തിൽ പറഞ്ഞു, അവൾ പ്രവൃത്തിയിൽ ചെയ്യും. അപ്പൊ മനുഷ്യന് ഏതാ നന്മയുള്ളത്? ഒരു മനുഷ്യനിലും ദൈവത്തിന് മുമ്പാകെ പ്രശംസിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യമുള്ള തക്കവണ്ണം ഒരു ജീവിതം ഇല്ല. ഇല്ലാതെ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തെയും ദൈവം അറിയും. ദൈവത്തിന് മുമ്പാകെ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. കാരണം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ നോക്കുമ്പോൾ തെറ്റേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഈ എങ്ങനെ രക്ഷപ്പെട്ടു നോക്കുന്നു വെച്ചാൽ കൃപ എന്ന് മാത്രമാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇതാ, നോക്കുമ്പോൾ ദൈവം സമ്മതിക്കേണ്ടി വന്നു ശോധനയ്ക്ക്. അപ്പൊ മനുഷ്യരിൽ ഈ ലോകത്തിലെ ജാതികളെ സംബന്ധിച്ച് അവന് അപവാദം പറയേണ്ട കാര്യമില്ല, കാരണം അത് അവന്റെ കസ്റ്റഡിയിലാണ്. രണ്ടാമത് ഒരു ശേഷിപ്പ് പറയുന്ന ഒരു കൂട്ടമുണ്ട്, ഒരു സമൂഹം, വിശ്വാസികളുടെ സമൂഹം. അതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്തുകാർ, അങ്ങനെ വിവിധമായിട്ടുള്ള വിഭാഗങ്ങളായിട്ട് കർത്താവായ യേശുവിനെ അറിഞ്ഞ് വിളിച്ചപേക്ഷിച്ച് തന്നെത്താൻ സൂക്ഷിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. ഇവരെ സംബന്ധിച്ചാണ് രാവും പകലും അപവാദം. ഈ അപവാദം പറയുന്ന ഒരു കൂട്ടം. മൂന്നാമതൊരു കൂട്ടമുണ്ട്. ഏതെന്നറിയാം? വാദമില്ലാതായവര് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് മിണ്ടില്ല, മിണ്ടാൻ പാടില്ല. വാദം തീർന്നവർ എന്നാണ്. എല്ലാ വാദത്തിന്റെയും അവസാനമാകുന്ന കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ വാദമില്ല അവരെ സംബന്ധിച്ച്. അങ്ങനെ എത്ര പേരുണ്ട്? ഇന്നിപ്പോ ഈ 1000 കോടി ജനത്തില് എത്ര പേരുണ്ട് വാദം ഇല്ലാതായവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ശരിക്കും അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുന്നത് ഭയങ്കരമാണ്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ദൈവമേ! ഏതെങ്കിലും ഉണ്ടാകും. കാരണം അവരുടെ പേര് വലിയ പ്രശസ്തിയൊന്നും ഉണ്ടായെന്ന് വരില്ല. അവർ ചിലപ്പോൾ ദൈവവുമായിട്ടുള്ള സ്വകാര്യ ബന്ധത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ വിധിച്ച്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ തന്നെ വിധിച്ച് ഞാൻ ശരിയല്ല. ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവാണ് താൻ ശരിയല്ല എന്ന്. തൻ്റെ ജീവിതം, കാരണം ഒരു ഉം, ഒരു മനുഷ്യൻ കുറ്റമറ്റവനെ കാണുമ്പോഴാണ് കുറ്റമുള്ളതിനെ തിരിച്ചറിയുന്നത്. അതായത് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് എൻ്റെ തെറ്റ് ഞാൻ അറിയുന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ, അതായത് കണ്ണാടി എന്ന് പറയുന്നത് വചനമാണ്. സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവനോട് ഒക്കുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നോക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നോക്കുന്നത് ഏറ്റവും ആദ്യം കാണുന്നത് ക്രിസ്തുവിന്റെ മുഖമാണ്. രണ്ടാമത് കാണുന്നത് നോക്കുന്നവന്റെ മുഖമാണ്. അപ്പോൾ കണ്ണാടി, ക്രിസ്തു, നോക്കുന്നവന്റെ മുഖം. നോക്കിക്കഴിയുമ്പോഴത്തേക്കും അന്തരം മനസ്സിലായി. അവന്റെ മൂക്ക് കണ്ടോ? എൻ്റെ മൂക്ക് കണ്ടോ? അവന്റെ തല കണ്ടോ? എൻ്റെ തല കണ്ടോ? അവന്റെ കണ്ണ് കണ്ടോ? എൻ്റെ കണ്ണ് കണ്ടോ? അവന്റെ വസ്ത്രം കണ്ടോ? എൻ്റെ വസ്ത്രം കണ്ടോ? മുഴുവനും താരതമ്യം നോക്കുമ്പോൾ താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത തരത്തിൽ അത്രമാത്രം പ്രാകൃതമാണ് നോക്കുന്നവന്റെ മുഖവും ശരീരവും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തി വിധിക്കും. വിധിക്കെന്ന് പറഞ്ഞാൽ കൊരിന്ത്യർ ലേഖനം പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഞാൻ ശരിയല്ല. കാരണം അതാ അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞേ? നിന്നെ എന്തിനൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? നീതിമാനായവനെ കാണുവാൻ, ദൈവത്തിന് ഇഷ്ടമറിയാൻ, നീതിമാന്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേൾക്കാൻ. ഇത് 3 കാര്യങ്ങൾക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ദൈവത്തിന് ഇഷ്ടം അറിയണം, രണ്ടാമത് നീതിമാനായവനെ കാണണം, മൂന്നാമത് അവന്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേൾക്കണം. ഇവിടെയാണ് അതിന്റെ വിഷയം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയണം, നീതിമാനായവനെ കാണണം. നീതിമാനായവനെ എവിടെ കാണും? നീതിമാനായവനെ ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചു. ഈ തിരുവെഴുത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ രൂപം കിട്ടുന്ന നീതിമാനായവനെ കാണുന്നത്. നീതിമാൻ ഒരുവനേ ഉള്ളൂ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് മാനവരാശിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരുവനുണ്ട് നീതിമാൻ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. മറ്റാരും, ബാക്കിയുള്ളതെല്ലാം കർത്താവ് നീതീകരിക്കുന്നതല്ലാതെ നീതിമാൻ എന്ന് പറയുന്നത് ആരുമില്ല. നീതിമാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് വിളിച്ചിരിക്കുന്നത് ഇന്ന് വിശ്വാസത്തിൽ വന്ന് പാരമ്പര്യം പറയുമ്പോൾ 10, 20, 40, 50 വർഷമൊക്കെ വിശ്വാസ പാരമ്പര്യമുള്ള ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിലുള്ളപ്പോൾ ഇന്നും അവർ നീതിമാനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദർശനത്തിൽ വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും വിശ്വാസത്തിൽ ഉറക്കേണ്ടതിനായി ദർശനത്തിലൊക്കെ കാണിക്കും, സ്വപ്നത്തിലൊക്കെ കാണിക്കും. കർത്താവിൻ്റെ ആ കാഴ്ചയല്ല അവർ. നീതിമാനായവനെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഭക്തൻ, അവൻ മാത്രമേ നീതിമാനെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കാഴ്ചയൊക്കെ ദർശനം മാറിപ്പോകുമ്പോൾ, ആത്മാവ് മാറുമ്പോൾ ആ ദർശനവും തീരും. ഇതങ്ങനെയല്ല. തിരുവെഴുത്തിൽ നിന്ന്, ഇതിന്റെ അന്തസത്തയിൽ നിന്ന് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപമായ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു കൂട്ടമുണ്ട്. അത് വളരെ അത്യല്പമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അവന്റെ രൂപം കണ്ട്, മൂന്നാമത് അവന്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേട്ട്, അപ്പൊ വചനത്തിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കുന്നുവെങ്കിൽ അതിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അവൻ തെറ്റൊന്നുമല്ല, അവൻ വഴിതെറ്റി പോയിട്ടില്ല, അവൻ ആ വഴിയിൽ കൂടി തന്നെ പോവുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിച്ചതല്ല. ഇത്രയും കണ്ടു കഴിയുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു. അപ്പോൾ തൻ്റെ ജീവിതം ശരിയല്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീതിമാനായവനെ കണ്ടു, തന്നെയുള്ള അനീതിയൊക്കെ കണ്ടു, അവൻ്റെ വചനങ്ങൾ കേട്ടു. അപ്പോഴാണ് തൻ്റെ വഴികൾ അത്ര ശരിയല്ല എന്ന് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ, ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, കണ്ണാടിയിൽ നോക്കുന്ന ഒരു മനുഷ്യനോട് ഒക്കുന്നു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ, തൻ്റെ രൂപം കണ്ടു കഴിയുമ്പോൾ, തൻ്റെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ, നീതിമാനായവരിൽ നിന്ന് എനിക്കുള്ള വ്യത്യാസം കണ്ടു കഴിയുമ്പോൾ അവന് ഒരു കാര്യം ബോധ്യമായി, ഞാൻ ശരിയല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്,
നീ നിന്നെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു നീതീകരണവും ഇല്ല. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കുറ്റക്കാരനാണ്. ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളുടെ നല്ലൊരു ഭാഗം തീർന്നു. നമ്മളിപ്പോൾ പുറമെ സമ്മതിക്കും ഞാൻ പാപിയാണ് കർത്താവേ, കുറ്റമുള്ളവനാണ്, കുറവുള്ളവനാണ്. എങ്കിലും കർത്താവേ, ദൈവത്തിന് മുമ്പാകെ ആരും നീതിമാനാവില്ലല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ കഴിഞ്ഞ നാളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാ, കർത്താവേ, ധാരാളം കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, എല്ലാം ഉണ്ട്. ജീവനുള്ളവൻ ആരും കർത്താവിന്റെ നീതിമാനാവില്ലല്ലോ. അതാ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം? പറഞ്ഞു പറഞ്ഞ് പോകുന്നത് എല്ലാവർക്കും ഉള്ള തെറ്റൊക്കെ എനിക്കും ഉള്ളൂ എന്നാ ഈ പറഞ്ഞു വരുന്നത്. തന്റെ തെറ്റിനെ സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ചിട്ടല്ല അത് പറയുന്നത്. വചനം തന്നെയാ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ അതിന് യോജിക്കുന്ന വചനം വേറൊന്നാ. കാരണം ഞാൻ എന്നിൽ എൻ്റെ ശരീരത്തിൽ നന്മ വസിച്ചിരിപ്പില്ല. ഞാൻ ചെയ്യുന്നത് ദൈവിക പ്രമാണത്തിന് വിരുദ്ധമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. ഈ വക കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് നമ്മെ രക്ഷിപ്പാൻ നമുക്ക് നമുക്ക് ദൈവിക പാതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി തീരും. അപ്പൊ ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമാണ്. ഭൂമിയിൽ 3 കൂട്ടം മനുഷ്യരെ നമ്മൾ പൊതുവായിട്ട് ചിന്തിച്ചു. ഒന്ന്, ലോകജാതികൾ. അവരെക്കുറിച്ച് സാത്താൻ ബാധിക്കുന്നില്ല, കാരണം അത് അവന്റെ കീഴിലുള്ളവരാണ്. രണ്ടാമത്തെ കൂട്ടം വിശ്വാസികൾ. ഇവരെക്കുറിച്ച് രാവും പകലും ബാധിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമതൊരു കൂട്ടം വാദം നിന്ന് പോയവർ. വാദം നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മിണ്ടാൻ പാടില്ല. ആത്മീയ മണ്ഡലങ്ങളിൽ മിണ്ടാൻ പാടില്ല. ഇത് സ്ഥിരമായിട്ട് ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? ഒരാളെ കുറിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ ഉള്ള ശബ്ദം നമ്മൾ കേൾക്കാഞ്ഞിട്ടാ. അത് കേട്ടിട്ടുള്ളവർക്കറിയാം. ആത്മീയ മണ്ഡലങ്ങളിലെ ശബ്ദം കേട്ടിട്ടുള്ളവർ അവർക്കറിയാം എന്താന്ന്. അതായത് എന്നെക്കുറിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദം എന്താണെന്ന് അന്വേഷിച്ച് അത് അത് വെളിപ്പെട്ടിട്ടുള്ള പല പല ജീവിതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തൻ്റെ തെറ്റിനെ ശത്രു എടുത്തു പറയുന്ന വാക്കുകൾ, ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരുണ്ട്. എന്നാൽ ഈ വാദങ്ങളൊക്കെയും ആത്മീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം നീതീകരിച്ചവരുണ്ട്. ഹാബേല് നോക്കി, ഹാബേലിന്റെ യാഗം നോക്കി, ഹാബേലിനെ നോക്കി, ഹാബേൽ ചെയ്ത ബുദ്ധിയെ നോക്കി ദൈവം പ്രസാദിച്ചു. അവൻ നീതിമാനാണ്. ദൈവം അവനെ നീതിമാനൊന്നും അല്ലായിരുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തനും പോലുമില്ല. ആദാമ്യ പാപത്തിൽ കൂടി അവനും പാപി തന്നെയാണ്. പക്ഷെ ദൈവം അവനെ നീതീകരിച്ചു. കാരണം എന്നറിയാമോ? ഈ ബുദ്ധി അവനുണ്ടല്ലോ. കാരണം അവൻ്റെ തെറ്റവൻ സമ്മതിച്ചു. അവൻ്റെ പ്രതാപം എല്ലാം പൊയ്പോയെന്ന് അവൻ സമ്മതിച്ചു. അത് തിരിച്ചു കിട്ടാൻ അവൻ ആഗ്രഹമുണ്ട്. അത് തിരിച്ചു കിട്ടാനുള്ള വഴി അവൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വെച്ചൊരു വഴിയുണ്ട്. അതവൻ കണ്ടെത്തി. അതിന് പ്രകാരം അവനൊരു യാഗം കഴിച്ചു. ഇങ്ങനെയാണ് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെന്ന് പറയുന്നത്. ദൈവം അംഗീകരിച്ചു. അവനെ നീതിമാനെന്ന് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ഭയങ്കര ഒരു ഒച്ചയും ഇതില് വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവരുടെ ആംപ്ലിഫയർ ഒന്ന് കേടായി. ഈ കോലാഹലം മുഴുവനും അവിടെ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നത്തിൽ നിശബ്ദമായി അതായത് ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറയുന്ന പോലെ ഒരു മുട്ടുസൂചി നിലത്ത് വീണു കഴിഞ്ഞാൽ കേൾക്കാവുന്ന തരത്തിൽ എന്ന് നമ്മൾ അതിശയോക്തിയിൽ പറയുന്നത് പോലെ ശാന്തമായി എന്ന് പറഞ്ഞ പോലെ ആത്മീയ മണ്ഡലം ശാന്തമായി. ആരെക്കുറിച്ച് പറയുമ്പോൾ? ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഉള്ളത് ഹാബേലിന്റെ പ്രാണന്റെ ശബ്ദമാണ്. ഇതൊക്കെ ആരറിയുന്നു? ഹാബേലിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയും കാലമോ? ഇല്ല, ഇത്രയും കാലം സംസാരമില്ല. ഹാബേലിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന് മുമ്പാകെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു ജീവൻ, ഒരു പ്രാണൻ. അത് എത്ര വിലപ്പെട്ടതാ. ശത്രു മിണ്ടുന്നുമില്ല. ശത്രു മിണ്ടാൻ പറ്റില്ല. കാരണം ദൈവം നീതീകരിച്ചതാണ്. ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുന്നത് ആര് എന്നാ വചനം. ഇനി ഇനി അങ്ങനെ നടക്കണ വഴിക്ക് ഹാബേലിനെ കുറിച്ച് ദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഗ്നിജ്വാലയ്ക്കത്തോടെ കണ്ണുള്ളവൻ കയ്യിൽ നിന്ന് അതിന്റെ പ്രതിഫലം മേടിക്കും.
അപ്പം അതുകൊണ്ട് പേടിച്ചിട്ട് ഇനി മിണ്ടില്ല. അപ്പോൾ ഇനി സംസാരിക്കുന്നത് ഹാബേലാണ്. ഹാബേൽ ആത്മീയ മണ്ഡലങ്ങളിൽ ഹാബേലിൻ്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവമേ, ഇന്നത്തെ ഈ ആരാധനയിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയവർ ഒരു കാര്യം ചിന്തിക്കുക. നമ്മൾ എങ്ങനെ നടന്നവരാ? ജാതികളുടെ കൂട്ടത്തിൽ നടന്നവരാ. ദൈവം ആരെന്നറിയാതെ നടന്നവരാ. ശത്രുവിൻ്റെ കൈവശം വന്ന് ശത്രു ഉറപ്പിച്ച് കരുതി കൊണ്ടുവന്നവരാ. അവിടെ നിന്നാണ് കർത്താവ് വിളിച്ച് വിശ്വാസ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഇവിടെ നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴും പ്രാണൻ ആത്മീയമണ്ഡലങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നമുക്കെതിരെയുള്ള വാദം നിന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ല എങ്കിൽ വചനം പറയുന്നത് അല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്കെതിരെ ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദിക്കുന്ന ആ ദുഷ്ടന്റെ ശബ്ദം ഇല്ലാതായി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. കർത്താവ് നീതീകരിച്ചാൽ മതി. നമ്മുടെ ആരാധനയിൽ പ്രസാദിച്ചാൽ മതി. നമ്മളെ നീതിമാന്മാരെന്ന് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് പറഞ്ഞിരിക്കുന്നത്. പർവ്വതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1000 സ്പീക്കർ വെച്ച് അപവാദം പറയുന്നത് പോലെയാ, ഒച്ചപ്പാടുണ്ടാക്കുന്നത് പോലെയാ. ആരൊക്കെയാണെന്നറിയാമോ? സ്വർഗം നോക്കി നിൽക്കുകയാണ്. ആരൊക്കെയുണ്ട്? ദൈവം, പിന്നെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാതാളത്തിൽ നിന്ന്, ദൂതന്മാരുടെ വലിയ സംഘം, സാത്താൻ, അവന്റെ ദൂതന്മാര്, ഇതെല്ലാം സ്തംഭിച്ച് നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാവും പകലും അബ്രഹാമിനെ കുറിച്ച് അപവാദം പറയുന്നത് കണ്ടോ? അവന്റെ ഭാര്യയെ അവൻ ഇവിടെ പറഞ്ഞു വിട്ട്. എവിടെയാ? അവന്റെ ഭാര്യയെ ഫറവോന്റെ അടുക്കൽ പറഞ്ഞു വിട്ട്. എന്ന് പറഞ്ഞ് അവനെ ആരെങ്കിലും കൊല്ലുമെന്ന് വിചാരിച്ച് അവൻ ചെയ്ത പ്രവൃത്തി കണ്ടോ? ഇങ്ങനെ രാവും പകലും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അപവാദിയും അവന്റെ കൂട്ടവും, ദൂതന്മാരും അവരുടെ കൂട്ടവും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്രഹാം ബാലന്റെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എവിടെ പോവുക? യാഗത്തിന് പോവുകയാണ്. ശബ്ദം നിന്നിട്ടില്ല. അവിടെ ചെന്നു ബാലനെ കൈകാലുകൾ ബന്ധിച്ച് കിടത്തി, കത്തിയെടുത്തു, ഓങ്ങി വെട്ടും എന്ന് നിശ്ചയം വന്നപ്പോൾ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അറിയുന്നു. മിണ്ടാൻ പാടില്ല ഉണ്ടല്ലോ. ഇനി എന്താ? അവനോട് ചോദിക്കുക, സാത്താനോട് ചോദിക്കുക. അബ്രഹാമിനെ അറിയോ? അറിയൂ. എന്നെ അഭിപ്രായം? മിണ്ടാട്ടമില്ല. അതിനാ മിണ്ടാത്തേ? ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുവാൻ അനുവാദമില്ല. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ? അതിനേക്കാൾ കൂടുതൽ പിശാച് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അവൻ ഭയപ്പെടുക. ഇങ്ങനെ ഈ ലോകത്ത് എത്ര പേരുണ്ട്? നമ്മൾ ആരാധനയാണല്ലോ. എത്ര പേരുണ്ട്? നമ്മൾ അതൊന്ന് ദൈവത്തിന് മുമ്പാകെ നമ്മൾ നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പക്ഷേ ഏലിയാവിനോട് പറഞ്ഞതുപോലെ, ഏലിയാവിനോട് കർത്താവ് ഏലിയാവ് പറഞ്ഞു, കർത്താവ്, ഞാൻ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആരുമില്ല, എല്ലാവരും പോയി. എല്ലാവരും കൃപയിൽ നിന്നും കർത്താവിനുള്ള ഭക്തിയിൽ നിന്നും എല്ലാം വിട്ടുപോയി. അപ്പൊ കർത്താവ് പറയാണ്, നീ മാത്രമല്ല, ബാലിന് മടങ്ങാത്ത മുഴങ്കാലുകളും ബാലിന് ചുംബനം ചെയ്യാത്ത അധരങ്ങളും ഉള്ളതായി 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു. 7000 പേരുണ്ട് എൻ്റെ ദാസനെ, 7000 പേരുണ്ട്. അവരെവിടെ ഇരിക്കുന്നു? ആ വചനം തന്നെ പറയുന്നു, കൃപയാൽ ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരാരാ? അതേതാ? നമ്മുടെ ആ സഹോദരൻ. എവിടെ ചെന്നാലും അന്വേഷിക്കണം, എവിടെ ചെന്നാലും ഭയപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചില നാളുകൾക്ക് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയെ സംബന്ധിച്ച് ഞാൻ വിശേഷമുണ്ടുണ്ട് എന്ന് ചോദിക്കും. എല്ലാവരും തിരക്കിട്ട് സംസാരിച്ചൊക്കെ പോയി കഴിയുമ്പോൾ ആ സഹോദരി പെട്ടെന്ന് വന്ന്
കാരണം അവരെ ആരും ശ്രദ്ധിക്കത്തക്കതായ ഒരവസ്ഥ അവർക്കില്ല. കാരണം അത് പാവം പിടിച്ച പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമാണ്, സാധുശീലമുണ്ട്. അവരൊന്നിച്ച് സന്തോഷമാണോ, എങ്ങനെ ഇരിക്കുന്നു, ആത്മീയ ജീവിതം, ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ സംസാരിച്ച് അവർ പോവും. യഥാർത്ഥത്തിൽ ദൈവം അവരെക്കുറിച്ച് പലപ്പോഴും എന്ത് അവരുടെ നില എന്തെന്ന് പലപ്പോഴും ചിന്തിക്കത്തക്കവണ്ണം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഭയപ്പെടുക. ആ കൂട്ടത്തിൽപ്പെട്ടതാണോ? ദൈവമേ, ഈ നിന്റെ ദാസിയുടെ നേർക്കുള്ള സാത്താന്റെ വാദം നിന്നതാണോ? കർത്താവ് നീതീകരിച്ചതാണോ? ഈ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയതാണോ? 3 കാര്യങ്ങളാ. ഒന്ന്, ഈ നിന്റെ ദാസിയെക്കുറിച്ചുള്ള വാദം നിന്നിട്ടുണ്ടോ? കർത്താവ് നീതീകരിച്ചതാണോ? ഈ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങൾ ഏത് മനുഷ്യൻ കണ്ടാലും നമ്മൾ അന്വേഷിക്കണം. നിശ്ചയം കർത്താവേ, അതിൽ ഒരെണ്ണത്തിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. ഒരാളെയെങ്കിലും എനിക്കതിൽ ഒരെണ്ണം കാണിച്ചു തരണം. നമ്മൾ കാണുന്ന ചിത്രമല്ല ആത്മീക ലോകത്തിന്റെ ചിത്രം. നമ്മൾ അറിയുന്നതല്ല ആത്മീയ ലോകത്തിലെ അറിവ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ലോകത്തെ സകല മനുഷ്യരെയും 3ആയിട്ട് വിഭാഗിക്കുമ്പോൾ ദൈവത്തെ അറിയാത്ത ജാതികൾ ഒരു വിഭാഗം, ദൈവത്തെ അറിയുന്ന വിശ്വാസികൾ ഒരു വിഭാഗം. അവരെക്കുറിച്ച് സാത്താൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും ദൈവം ഒരു ശേഷിപ്പ്, സാത്താന്റെ വാദം നിന്നവര്, അവരെക്കുറിച്ച് സാത്താൻ ഒന്നും പറയില്ല. ഒരു ചിലര് കർത്താവിന്റെ നാമത്തിൽ ആണയിടാൻ പോയപ്പോ പൗലോസ് സംസാരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ഒരു ആണയിടാൻ തുടങ്ങി. അപ്പൊ ദുരാത്മാവ് പിശാചി ചോദിച്ച്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലൂസിനെയും പരിചയമുണ്ട്, നിങ്ങളാരാ ഈ നാമം എടുക്കാൻ? തുടർന്ന് അവരുടെ മേൽ ചാടി വീണ് അവരെ ഉപദ്രവിച്ച് അവരെല്ലാം വസ്ത്രമില്ലാത്തവരായി ഓടിപ്പോയെന്ന. അപ്പൊ പിശാചി പറഞ്ഞ വാക്കാണ് അവിടെ. യേശുവിനെ ഞങ്ങൾക്കറിയാം. യേശുവിനെ അറിഞ്ഞതാ. പൗലൂസിനെയും പരിചയമുണ്ട്, പൗലൂസിനെ അറിയാം. അറിഞ്ഞവരാ പിശാച്, സാത്താൻ അറിഞ്ഞ ഒരു കൂട്ടം. അവർ സംസാരിക്കില്ല. എന്നാ അവരെ കുറിച്ച് ഒരഭിപ്രായം പറഞ്ഞേ, സൂക്ഷിച്ചേ പറയുള്ളൂ. വ്യവസ്ഥ അവനറിയാം. ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരനായി തീരുന്ന ഒരു വാക്ക് അവന്റെ കയ്യിൽ നിന്ന് വരാൻ അവൻ ഭയപ്പെടും. കാരണം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിറയ്ക്കും. ആ ഒരു കൂട്ടം നമ്മളുടെ ജീവിതം കണ്ട് നമ്മൾ എന്തെല്ലാം നേടിയിട്ടും എത്ര ശ്രേഷ്ഠ പദവിയിലെത്തിയിട്ടും എന്ത് പ്രയോജനം? ലോകം മുഴുവനും അറിയത്തക്കവണ്ണം ഒരു പ്രശസ്തനാണ് ഞാൻ എന്നിരിക്കട്ടെ, എന്ത് പ്രയോജനം? കാരണം ഈ മണ്ഡലം ഇതാന്ന് പറയുമ്പോൾ അങ്ങ് നീങ്ങിപ്പോകും. ഈ ഭൗമിക മണ്ഡലം ഏത് സമയത്തും ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്ന് വചനത്തുള്ളത് പോലെ അങ്ങ് ഒഴിഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം 2004 ജപ്പാനില് സുനാമി വന്ന ആ കാര്യം അത് ആവർത്തിച്ച് എടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടു. സുനാമി വരുന്നത് സർക്കാർ അറിയിച്ചു. വലിയൊരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സർക്കാർ എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയിക്കൊള്ളണം, സുനാമി വരുന്നുണ്ട്. ഓർക്കേണ്ടത്, അതായത് 18 അടി പൊക്കത്തില് തിരയടിക്കാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞു. എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ പോയി. 18 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ നിലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ, അല്ലെങ്കിൽ 3ാമത്തെ നില. എല്ലാവരും സുരക്ഷിതമായിട്ട് വരിക. വന്നത് എത്ര അടിയെന്നറിയാം? ആ 2004 ഇതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കണം, നെറ്റിൽ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. 130 അടി പൊക്കത്തിലാണ്. 130 അടി പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് എത്ര പൊക്കമുണ്ട്? ഇതിപ്പോ 3 നിലയുണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ 35 അടി. 35 അടി പൊക്കമുണ്ട് ഈ ഇതിന്. 40 അടി കൂട്ടിക്കോ. അപ്പൊ വന്ന തിരയെന്താന്ന് ചിന്തിച്ചു. വന്ന തിരയെന്താ? അതായത്
കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി. പറഞ്ഞു വന്നതിന്റെ സാരം, നിമിഷം മതി 18,000 പേരും അവരുടെ അധ്വാനവും അത്രയും മൃഗങ്ങളും, അതിനേക്കാൾ ഉപരി മൃഗങ്ങളും, സകല സമ്പത്തും, കാറുകള്, ബസ്സുകള്, ട്രെയിനുകൾ, ഇത് മുഴുവനും നശിപ്പിച്ചുകൊണ്ട് പോയി. സംഭവിച്ചതെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ പറയുകയാണ്, പലരും ഡിപ്രഷൻ മൈൻഡായിപ്പോയി. അതായത് ഡിപ്രസ്ഡ് മൈൻഡായിപ്പോയി. അതായത് അവർക്ക് ഒന്നിനും ആ കാഴ്ച കണ്ടിട്ട് ഒരു കുഞ്ഞുങ്ങള് രക്ഷപ്പെടാൻ വേണ്ടി വേണ്ട ഓടി നോക്കിയ ഒരു നിർദാക്ഷിണ്യം ആ ഓടിപ്പോകുന്ന കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് തിരയങ്ങ് പോവുക. അങ്ങനെ കണ്ട് സ്തബ്ധമായി പോയി. ഇന്നും മാനസിക രോഗികളായിട്ട് ജീവിക്കാമെന്നാണ്. ഇന്നും ജപ്പാനിലെ കാര്യം പറയാ, ഇന്നും അതിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ മാനസിക രോഗികളായിട്ട് ഒരാളുടെ ചിത്രം പ്രത്യേകിച്ച് കാണിച്ചു തന്നു. അയാളിരുന്ന് ചിരിക്കുക. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഗൗരവമാവും, കുറച്ച് കഴിയുമ്പോൾ ചിരിക്കും. ഇതിങ്ങനെ അയാൾ ആ ദിവസം അന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നിമിഷം മതി, നിമിഷം മതി. ഉടയവൻ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട്. അല്ലാതെ നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, ഒന്നുമില്ല. ഇതങ്ങ് നിമിഷം കൊണ്ട് അങ്ങ് മാറിപ്പോകും. എന്നാൽ ആത്മീക മണ്ഡലങ്ങളിൽ സംസാരിപ്പാൻ ശേഷിയുള്ളവൻ, അവന് ഒരു സ്ഥാനമുള്ളവൻ, ശത്രു എതിര് നിൽക്കാത്ത ഒരു ജീവിതം, ദൈവം സാക്ഷ്യം കൽപ്പിച്ച ജീവിതം, സംസാരിപ്പാൻ ശേഷിയുള്ള ജീവിതം. ആ മനുഷ്യൻ ആരാ? ആ മനുഷ്യൻ എന്താണ്? ആ മനുഷ്യന്റെ പദവി? ഏത് പദവി ആയിരുന്നാലും അതിനായിട്ടായിരിക്കണം നമ്മുടെ ആരാധന, അതിനായിട്ടായിരിക്കണം നമ്മുടെ പ്രതീക്ഷ, അതിനായിട്ടായിരിക്കണം നമ്മുടെ അധ്വാനം. കർത്താവിന്റെ വചനം പറയുന്നത്, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. ഏലിയാവിനോട് കർത്താവ് പറഞ്ഞതുപോലെ, അല്ല, നീ മാത്രമല്ല, 7,000 പേരുണ്ട്. ഈ ഭൂമിയിൽ എത്ര ജനമുണ്ടെന്ന് നീ നോക്കിയില്ലേ? അതിൽ 7,000 പേര് എനിക്കുള്ളതാണ്. ഒരു കാര്യം വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, കൃപയാൽ ഈ കാലഘട്ടത്തിലുണ്ട് അങ്ങനെ ഒരു കൂട്ടം. എതിരാളിയുടെ ശബ്ദം നിന്നവര്, പ്രാണൻ സംസാരിക്കാൻ തുടങ്ങുന്നവര്, ദൈവം സാക്ഷി കൽപ്പിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ, നാം ഈ പറഞ്ഞ മൂന്നാമത്തെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുന്നുവെങ്കിൽ ബാക്കിയുള്ളതൊന്നും നമ്മൾ ഗണ്യമാക്കണ്ട, ബാക്കിയുള്ളതൊന്നും നമുക്ക് വേണ്ട. കർത്താവ് നല്ലവനെന്നൊരു വാക്ക് പറഞ്ഞാൽ, ഇവൻ എൻ്റെ ദാസൻ, ഇവൻ വിശ്വസ്തൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ, അതിനപ്പുറം ധനം വേറെ ഇല്ല എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. ഇന്നത്തെ ആരാധന അതിനുവേണ്ടി ഉപകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ കർത്താവ് ഈ ദിവസം ഇത്രത്തോളം സഹായിച്ചല്ലോ. ഈ ആരാധനയുടെ കർത്താവെ, ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം, ഈ ആരാധനയുടെ സമയത്ത് ദൈവമേ, ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? ദൈവമേ, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആവശ്യം എന്താണ്? കർത്താവ് അറിയുന്നു. കർത്താവെ, ഞങ്ങളിവിടെ സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവഹിതമല്ലാത്ത പലതുമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, ദൈവം നിന്നെ വിളിച്ചത് എന്തിന്? ദൈവത്തിന് ഇഷ്ടമറിയണം, നീതിമാനായവനെ കാണണം, അവൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങളെ കേൾക്കണം. നിന്നെ തന്നെ ദൈവത്തിന് മുമ്പാകെ കുറ്റമറ്റവനാക്കി തീർക്കാൻ തക്കവണ്ണം സമർപ്പിക്കണം. ദൈവം അത് ചെയ്യും. ആ മഹിമാസനത്തിങ്കൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിന്നെ നിർത്തുവാൻ കഴിവുള്ളവനാണെന്ന് നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. നിശ്ചയമായിട്ട് അവനത് നിർവഹിക്കും. കർത്താവെ, അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കാത്തുകൊള്ളണമേ, ഞങ്ങൾ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ വേണം. ആ മഹാ ദിവസം ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും കർത്താവിനോടൊപ്പം സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച്, കർത്താവെ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സംസാരിക്കുന്ന ഒരു അനുഭവത്തിൽ ഞങ്ങളെ കാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.
പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ